മാമ ഈ വാഴ നടുന്ന വിധം ഒന്ന് പറഞ്ഞേ. ആദ്യം കുഴിയെടുക്കണം. കുഴിയെടുത്ത് കക്ക ഇടണം. കക്ക ശകലം വീതം തൂത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ കുഴിയിൽ നടണം. നട്ടിട്ട് പിന്നെ നമ്മൾ ആദ്യത്തോരം മിക്സർ ഇടണം. എന്തൊക്കെ മിക്സർ ചേർക്കും? മിക്സർ കടയിൽ ചോദിച്ചാൽ കിട്ടും. ഒരു ചാക്ക് 1200 രൂപ. അത് വാങ്ങിച്ച് ഓരപ്പിടിയിടണം. ആ മണ്ണിലിടണം. ഇട്ടിട്ട് രണ്ടാമത് പിന്നെ ചാണകപ്പൊടി ഇടണം. ചാണകപ്പൊടി ഇട്ടിട്ട് ചാണകപ്പൊടിയുടെ പുറത്ത് വെയിറ്റ് കുറച്ച് വളരെ കുറച്ച് ശരീരം ചവയപ്പം ഇതുപോലെ അല്ലേ? പോച്ചയായാലും മതി. വിളയിൽ കിടക്കുന്ന പോച്ചയായാലും മതി, കുഴപ്പമില്ല. അത് വാരിയിട്ട് തണൽ പോലെ കിടക്കണം. അതിൽ വെള്ളം അടിച്ചു കൊടുക്കണം. പിന്നെ അടുത്ത വരം കടലപ്പിണ്ണാക്കും മിക്സറായിട്ട് കുഴപ്പം. ഈ മിക്സർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വളങ്ങൾ കാണും? എല്ലാ വളവും ഉണ്ട്. ആംബ്ലസ്, പൊട്ടാസ്, യൂറിയ എല്ലാ വളവും ഉണ്ട്. ഓരോ കൈപ്പിടി മതി ഓരോന്നും? ഓരോ പിടിച്ച് ഓരോ ഇത്രയ്ക്ക് ഇടാവും. ഓക്കെ ഓക്കെ മാം, ഓക്കെ. ഇപ്പോൾ തുടക്കം നമ്മൾ നടുമ്പോൾ കക്കയാണ് ഇത് നടേണ്ടത് അല്ലേ? അതിൽ ചാണകപ്പൊടിയൊന്നും ഇടണ്ട. തുടക്കം വെറുതെ കുഴിയെടുത്ത് കക്കയിട്ട് നട്ട് വയ്ക്കണം. 30 ദിവസം കഴിയുമ്പോൾ പൊടിക്കും. പൊടിച്ചതിന് ശേഷമാണ് ഈ മൂട് വലിച്ചോണ്ടത്. ഓക്കെ മാം, ഓക്കെ. ഇതിപ്പോൾ എത്ര മാസമായി വാഴക്കന്ന്? 2 മാസമായി. അപ്പോൾ എത്ര മാസത്തിലൊരിക്കൽ എങ്ങനെ വളം ചെയ്തുകൊണ്ടിരിക്കണം? 30 ദിവസത്തിലൊരിക്കൽ. ഓക്കെ. വെള്ളം രാവിലെ വൈകിട്ട് നനയ്ക്കണം. ഓക്കെ മാമ, ഓക്കെ ഓക്കെ. ഒരുപാട് വെള്ളം ഇട്ട് നനയത്തില്ല. ഓക്കെ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് വാഴ കൃഷി നടുന്ന രീതി. നമ്മൾ വാഴ നട്ട് കൊലയ്ക്കാൻ ഈ ഒരു രീതിയിൽ 30 ദിവസത്തിന് ഇടവിട്ട് വളം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഒരു മിക്സർ വളം വളക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഓക്കെ, താങ്ക് യു.